നമസ്കാരം. വേദിക് വിശ്വാസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഭാരതീയ ജ്യോതിഷശാസ്ത്രത്തിലെ അതീവ നിഗൂഢവും എന്നാൽ ലളിതവുമായ ഒരു ശാഖയാണ് താംബൂല പ്രശ്നം അഥവാ വെറ്റില ജ്യോതിഷം. താംബൂലാഗ്രേ നിവസതി ലക്ഷ്മി എന്നാണ് പ്രമാണം. അതായത് മഹാലക്ഷ്മിയുടെയും സരസ്വതി ദേവിയുടെയും സാന്നിധ്യമുള്ള വിശുദ്ധമായ ഒന്നാണ് താംബൂലം. കവടി നിരത്തി ഫലം പറയുന്നതിനേക്കാൾ കൃത്യമായി ഒരു വ്യക്തിയുടെ മനസ്സിനെയും ജീവിതത്തെയും ഒരു കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കാൻ ഈ വെറ്റിലയ്ക്ക് സാധിക്കുമെന്ന് നമ്മുടെ ആചാര്യന്മാർ പഠിപ്പിക്കുന്നു. നിങ്ങളിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ മാനസികാവസ്ഥ, ഇനി വരാനിരിക്കുന്ന ശുഭകരമായ മാറ്റങ്ങൾ, ഇവയെല്ലാം ഈ നിമിഷത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും ഈ താംബൂല നിമിത്തത്തിലൂടെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് നിങ്ങളുടെ മുന്നിൽ 3 വെറ്റിലകൾ ഞാൻ സമർപ്പിക്കുന്നു. ഇവ വെറുമൊരു ചിത്രങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കുള്ള വഴികാട്ടികളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ തടസ്സങ്ങൾ മാറാനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഫലമറിയാനോ ആണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്? എങ്കിൽ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കുക. ശ്വാസം സാവധാനം ഉള്ളിലേക്കെടുക്കുക. പതുക്കെ പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തെയോ കുലദൈവത്തെയോ സ്മരിച്ചുകൊണ്ട് ഈ 3 വെറ്റിലകളിലേക്ക് നോക്കൂ. ഇതിൽ ഏത് വെറ്റിലയാണോ നിങ്ങളുടെ മനസ്സിനെ ആദ്യം ആകർഷിക്കുന്നത്? നിങ്ങൾ ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ വെറ്റില തിരഞ്ഞെടുത്തു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത ആ വെറ്റിലയിലൂടെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവികമായ എന്ത് സന്ദേശമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ 1ാമത്തെ വെറ്റിലയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിലവിൽ നിങ്ങളൊരു പ്രതീക്ഷയുടെയും പോരാട്ടത്തിൻ്റെയും ഇടയിലാണെന്ന് പറയാം. നിങ്ങളുടെ മനസ്സിൽ പുതിയ ആശയങ്ങളും വലിയ പദ്ധതികളുമുണ്ടെങ്കിലും അവ പ്രവർത്തികമാക്കാൻ കഴിയാത്ത വിധം സാമ്പത്തികമായോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മൂലമോ കൈകാലുകൾ കെട്ടിയിട്ട ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ. മറ്റുള്ളവരുടെ മുന്നിൽ വലിയ കുഴപ്പമില്ലാതെ സന്തോഷവാനായി അഭിനയിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള നേരിയ ഭയവും ആശങ്കയും നിങ്ങളെ അലട്ടുന്നുണ്ട്. ശരിയായ ഒരു വഴിത്തിരിവിനായി നിങ്ങൾ ഏകാഗ്രമായി കാത്തിരിക്കുന്ന ഒരു ഘട്ടമാണത്. പലപ്പോഴും രാത്രികാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചിന്തകൾ നിങ്ങളെ അസ്വസ്ഥനാക്കുന്നുണ്ടാകാം. എൻ്റെ പ്രയത്നങ്ങൾക്ക് എന്നാണ് ഒരു അംഗീകാരം ലഭിക്കുക എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും ഉയരാറുണ്ട്. താംബൂലശാസ്ത്രത്തിലെ വിധിപ്രകാരം വെറ്റിലയുടെ അഗ്രഭാഗം പോലെ തന്നെ ഉന്നതമായ ചിന്താഗതിയും വലിയ ലക്ഷ്യങ്ങളുമുള്ള വ്യക്തിയാണ് നിങ്ങൾ. എന്നാൽ സൂര്യനെപ്പോലെ തിളങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ രാഹുവിനെപ്പോലെ ചില തടസ്സങ്ങൾ ഇപ്പോൾ വലയം ചെയ്യുന്നുണ്ടാകാം. സാമ്പത്തികമായ ഒരു സ്തംഭനാവസ്ഥയോ അല്ലെങ്കിൽ വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ വരുന്നതോ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നു. കൈവശമുള്ള പണം എങ്ങോട്ടാണ് ചിലവാകുന്നത് എന്ന് പോലും അറിയാത്ത വിധം അപ്രതീക്ഷിത ചിലവുകൾ നിങ്ങളെ തേടിയെത്തുന്നു. എന്നാൽ ഈ 1ാം നമ്പർ വെറ്റില സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ പ്രതിസന്ധികൾ താൽക്കാലികം മാത്രമാണെന്നാണ്. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തൊഴിൽ രംഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അംഗീകാരമോ പുതിയൊരു വരുമാന സ്രോതസ്സോ നിങ്ങളെ തേടിയെത്തും. ഭാഗ്യസ്ഥാനത്ത് ലക്ഷ്മി കടാക്ഷം തെളിയുന്നതിനാൽ മുടങ്ങിക്കിടന്ന സർക്കാർ കാര്യങ്ങൾക്കോ വസ്തു ഇടപാടുകൾക്കോ അനുകൂലമായ തീരുമാനമുണ്ടാകും. കുടുംബത്തിൽ നിങ്ങളെ മനസ്സിലാക്കാത്തവർ പോലും നിങ്ങളുടെ വിജയത്തിൽ പിന്നീട് പങ്കുചേരുന്ന അവസ്ഥയുണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടുകഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണിത്. തടസ്സങ്ങൾ വേഗത്തിൽ മാറുന്നതിനായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നതോ ദേവിക്ക് അർച്ചന നടത്തുന്നതോ അത്യുത്തമമായിരിക്കും. ഓർക്കുക, ഇരുട്ടിന് ശേഷമാണ് വെളിച്ചം വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ആ വെളിച്ചം
വളരെ അടുത്ത് തന്നെയാണ്. നിങ്ങൾ രണ്ടാമത്തെ വെറ്റിലയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിലവിൽ നിങ്ങൾ കടന്നു പോകുന്നത് വൈകാരികമായ ഒരു വലിയ സമ്മർദ്ദത്തിലൂടെയാണ് എന്ന് പറയാം. സ്വന്തം കാര്യങ്ങളെക്കാൾ ഉപരിയായി നിങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരാളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളോ ആണ് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചുമലിലേറ്റേണ്ടി വരുന്നു എന്നൊരു നിസ്സഹായതയും തളർച്ചയും ചിലപ്പോഴൊക്കെ നിങ്ങളെ ബാധിക്കുന്നുണ്ടാകാം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്നൊരു നീറ്റൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. വീടിനുള്ളിൽ ഒരു സമാധാന അന്തരീക്ഷം കൊതിക്കുന്ന, എന്നാൽ ഉത്തരവാദിത്തങ്ങളുടെ ഭാരത്താൽ ശ്വാസം മുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ. താംബൂലശാസ്ത്രത്തിലെ വിധിപ്രകാരം വെറ്റിലയുടെ മധ്യഭാഗം ഹൃദയത്തെയും വൈകാരിക ബന്ധങ്ങളെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ഉപരിയായി മനസ്സിന് സമാധാനം നൽകുന്ന ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാനാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങളുടെ കുടുംബത്തിൽ അനാവശ്യമായ തർക്കങ്ങളോ ബന്ധങ്ങൾക്കിടയിൽ അകൽച്ചയോ അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ വെറ്റില തെരഞ്ഞെടുപ്പിലൂടെ തെളിയുന്നത് അത്തരം അസ്വാരസ്യങ്ങൾ മാറി പരസ്പര വിശ്വാസവും സ്നേഹവും ഇരട്ടിക്കുന്ന ഒരു പുതിയ കാലഘട്ടം നിങ്ങളെ തേടിയെത്തുന്നു എന്നാണ്. ഏറെ കാലമായി തടസ്സപ്പെട്ട് കിടക്കുന്ന വിവാഹ ആലോചനകൾ പെട്ടെന്ന് സഫലമാകാനും ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാനും ഈ നിമിത്തം വഴിതെളിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി അമിതമായി ആകുലപ്പെടുന്ന നിങ്ങളുടെ സ്വഭാവം കാരണം മാനസികമായ സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തുരക്ഷിക്കാൻ അദൃശ്യമായ ഒരു ദൈവിക കവചം കൂടെയുണ്ടെന്ന സത്യം തിരിച്ചറിയുക. വരും ദിവസങ്ങളിൽ ഭക്ഷണകാര്യങ്ങളിലും ഉറക്കത്തിലും അല്പം ശ്രദ്ധ നൽകുന്നത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം സ്ഥിരമായി നിലനിൽക്കുന്നതിനായി നിത്യവും സന്ധ്യാസമയത്ത് വീട്ടിൽ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും, കഴിയുമെങ്കിൽ മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം കുടുംബാംഗങ്ങളുടെ പേരിൽ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി വഴിപാടായി നടത്തുന്നതും തടസ്സങ്ങൾ വേഗത്തിൽ മാറാൻ സഹായിക്കും. വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പുണ്യം. നിങ്ങൾ മൂന്നാമത്തെ വെറ്റിലയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിലവിൽ നിങ്ങൾ കടന്നു പോകുന്നത് അർഹിച്ച അംഗീകാരം ലഭിക്കാത്ത അല്പം കഠിനമായ ഒരു ഘട്ടത്തിലൂടെയാണെന്ന് പറയാം. നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ നിങ്ങൾ പരമാവധി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഫലം മറ്റാരോ കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ അർഹിച്ച സ്ഥാനക്കയറ്റവും ലാഭവും വൈകുന്നതോ നിങ്ങളെ മാനസികമായി നിരാശനാക്കുന്നുണ്ടാകാം. വിദേശയാത്രക്കോ പുതിയ ജോലിക്കോ വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ പലപ്പോഴും അവസാന നിമിഷം തടസ്സപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടാകാം. എൻ്റെ ഭാഗ്യം എപ്പോഴാണ് തെളിയുന്നത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുന്ന, വിധി നിങ്ങളെ പരീക്ഷിക്കുന്ന ഒരു സമയമാണിത്. താംബൂലശാസ്ത്രപ്രകാരം വെറ്റിലയുടെ അടിഭാഗവും അതിലെ ഞരമ്പുകളും ഒരു വ്യക്തിയുടെ കർമ്മത്തെയും അധ്വാനത്തെയും പ്രവൃത്തിയെയുമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കർമ്മപഥത്തിൽ വലിയൊരു പോരാട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത നന്മകൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാകാം. എന്നാൽ ഈ വെറ്റില തെരഞ്ഞെടുപ്പിലൂടെ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതിയാകുന്നു എന്നാണ്. മുൻപ് നിങ്ങളെ തള്ളിക്കളഞ്ഞവർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള സമയം വന്നെത്തിക്കഴിഞ്ഞു. അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കുന്ന രീതിയിലുള്ള വലിയൊരു ഉയർച്ച നിങ്ങളെ തേടിയെത്തും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലെ ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അതീവ ശുഭകരമാണ്. ശത്രുദോഷങ്ങളോ അസൂയയോ കാരണം ചില ചെറിയ തടസ്സങ്ങൾ നിങ്ങളുടെ വഴിയിലുണ്ടായേക്കാം. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാനുള്ള മനോബലവും സാഹചര്യവും നിങ്ങൾക്ക് കൈവരും. വരും ദിവസങ്ങളിൽ
ഒരു പുരുഷ ദൈവത്തിൻ്റെ ഹനുമാൻ സ്വാമി അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി അനുഗ്രഹം നിങ്ങൾക്ക് തുണയാകും. നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങി കർമ്മരംഗത്ത് വിജയം കൈവരിക്കാൻ ശനിയാഴ്ചകളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ എള്ള് തിരി കത്തിക്കുന്നതോ അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ ഭക്തിപൂർവം ജപിക്കുന്നതോ അതീവ ഗുണകരമായിരിക്കും. പ്രയത്നം തുടരുക. വിജയം നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, താമ്പൂര നിമിത്തത്തിലൂടെ ഇന്ന് നാം പങ്കുവച്ച ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും എനിക്ക് വലിയൊരു പ്രചോദനമാണ്. ഓർക്കുക, ജ്യോതിഷമെന്നത് ഒരു വഴികാട്ടിയാണ്. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ഈ അറിവ് പങ്കുവയ്ക്കുക. പുരാതനമായ വൈദിക രഹസ്യങ്ങളും വിശ്വാസങ്ങളും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാൻ വേദിക് വിശ്വാസ് എന്ന നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും കൃത്യസമയത്ത് നിങ്ങളിലേക്കെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.